ഹലോ ഗെയ്സ്, ഇന്നൊരു ടെക്നിക്കൽ പരമായിട്ടൊരു ക്ലാസ്സാണ്. നമ്മളെ വീടുകളിലൊക്കെ ഈ മോട്ടർ ഉണ്ടാവും, അര HP നമ്മൾ വെള്ളം അടിക്കുന്ന മോട്ടർ. ഞാൻ അതിൻ്റെ ഇമ്പല്ലർ അയച്ചതാണ്. അപ്പോൾ പൊതുവേ ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഈ മോട്ടർ പൊതുവേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പം പെട്ടെന്ന് സ്റ്റക്ക് ആകുമ്പോൾ മോട്ടർ പൊതുവേ ഒരു മൂളക്കം ഉണ്ടാവും. ഗെയ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, ഉണ്ടോ? ഈ മൂളക്കം വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഇത് കപ്പാസിറ്റർ വീക്കാണ്. ഇത് ഫ്രീ ആണ്, ഫ്രീ ആണ്, സ്റ്റക്കൊന്നുമില്ല. കപ്പാസിറ്റർ പൊതുവെ വീക്കായിരിക്കും. ഈ മൂളക്കം വരുമ്പോൾ കപ്പാസിറ്റർ വീക്കായിരിക്കും. അന്നേരം ഇത് കൂടുതൽ ടൈമിൽ നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, കറണ്ട് ബില്ല് കൂടും. കാരണം ഇത് എടുക്കുന്ന ആംബിയർ നാല് ഇരട്ടി ആംബിയർ കറണ്ട് വാട്ട്സ് പവർ എടുക്കും. എടുക്കുന്നതോടെ ഇതിൻ്റെ റണ്ണിങ് കോയിൽ സ്റ്റാർട്ടിങ് കോയിലും ഹീറ്റാവും. ഏറ്റവും കൂടുതൽ വൈൻഡിങ് കൂടുതൽ റണ്ണിങ് ആകുമ്പോൾ സ്റ്റാർട്ടിങ് കോയിലാണ് ഫസ്റ്റ് പോവുക. റണ്ണിങ് കോയിൽ ഉള്ളിലാണ് ഉണ്ടാവുക. വൈൻഡിങ്ങിൽ പൊതുവേ നമ്മൾ സ്റ്റാർട്ടിങ് കോയിൽ കത്തിപ്പോയാൽ തന്നെ റണ്ണിങ് കോയിൽ ഉള്ളിൽ എടുക്കാൻ കഴിയില്ല. സ്റ്റാർട്ടിങ് കോയിൽ പൊളിക്കേണ്ടി വരും. അപ്പം 2 ലൈനിൽ ഇപ്പം 4 ലൈനായിട്ട് വരിക. അത് 2 ലൈൻ ഷോർട്ടാക്കി ടു കപ്പാസിറ്റർക്ക് രണ്ടും ഒരു ലൈൻ ഷോർട്ടാക്കിയിട്ട് 4 ലൈനിൽ ഒരു ലൈൻ നമ്മൾ നേറ്റ് കൊടുക്കും കറണ്ടിനോട്. പിന്നീട് ആ വരുന്ന ലൈനും റണ്ണിങ് ലൈനിൽ ഷോർട്ടാക്കും. ആ ഷോർട്ടാക്കിയ ലൈന് നമ്മുടെ ഡിഫൈസിലേക്ക് കൊടുക്കും. ബാക്കിയുള്ള 2 ലൈന് കപ്പാസിറ്റർക്ക് കൊടുക്കും. കപ്പാസിറ്ററിലേക്ക് ഈ കപ്പാസിറ്ററിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ കൊടുത്തതിൻ്റെ കൊടുക്കും 2 ലൈന്. അതിലൊരു ലൈനാണ് ഇത് ഷോർട്ടാക്കി പോകണമെന്ന് കപ്പാസിറ്റർ കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി ക്ലാസ് പറഞ്ഞുതരാം. ഇത് റണ്ണിങ് ടു സ്റ്റാർട്ടിങ് 4 വേണ്ടി ഒരു മോട്ടർ പൊതുവെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടിട്ട് റണ്ണിങ് വൈൻഡിങ് കുറച്ച് കൂടുതലുണ്ടാവും പൊതുവെ. സ്റ്റാർട്ടിങ് വൈൻഡിങ് തന്നെ അത്ര നല്ല. അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഈ 4 ലൈൻ വരുന്ന അതിൽ എന്ത് ചെയ്യാറുണ്ട്, റണ്ണിങ്ങും സ്റ്റാർട്ടിങ് കൂട്ടി പിണയും. പിന്നീട് വരുന്ന 3 ലൈനാണ് വരിക. ഈ 3 ലൈനിന് കപ്പാസിറ്റർ, ഇത് രണ്ടും കപ്പാസിറ്റർ കൊടുക്കും. പിന്നെ ഈ 2 ലൈന് നമ്മൾ പവറിൻ്റെ AC കൊടുക്കും. അങ്ങനെ സംഭവം ഉണ്ടാവുക. ഓക്കെ, ക്ലാസ് മനസ്സിലായില്ലേ? അങ്ങനെ ആണിത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓണായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, റണ്ണിങ്ങിൽ ഓസിലേഷൻ നടക്കില്ല. കപ്പാസിറ്ററിൻ്റെ വീക്ക് പവർ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കപ്പാസിറ്റർ നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ പൊട്ടില്ലെങ്കിൽ അതിൻ്റെ പവർ ആൻഡ് ആംബിയർ നഷ്ടപ്പെട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റണ്ണിങ്ങിൽ ഓസിലേഷൻ ചെയ്യാൻ കഴിയില്ല കപ്പാസിറ്ററിന്. കാരണം കപ്പാസിറ്റർ പറ്റേ പോകില്ല. ചെറിയ പൊട്ടും കപ്പാസിറ്റർ, അതിൻ്റെ പവർ കുറയും, ഓസിലേഷൻ കുറയും. അപ്പം പിന്നീട് മോട്ടറിന് ഒരു സഹായം വേണം അതിൻ്റെ റണ്ണിങ് ചെയ്യാൻ. ഓക്കെ, ഒരു സഹായം വേണം. അപ്പം അതാണ് ഒന്നാമത്. അപ്പോൾ അതിനെക്കൊണ്ട് ഈ മോട്ടറുകളൊക്കെ നമ്മൾ അധികം ഈ കപ്പാസിറ്റർ വീക്കായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒന്നുകിൽ ഓണാക്കി ആ മൂളക്കം വന്നാൽ വേഗം ഓഫാക്കുക, അല്ലെങ്കിൽ ഇതിനെ കപ്പാസിറ്റർ മാറ്റിയ ശേഷം പിന്നെ ഓണാക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു പണി ചെയ്യണം. ഏത്, ശ്രദ്ധിച്ച് വീഡിയോ കാണും. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നറിയില്ല, റിസ്ക്കാണ്. ഫാൻ്റെ ഇവിടെ അയച്ചിട്ട്, ഇവിടെ കാറ്റ് വന്ന കൂളിങ് വരുന്ന ഫാൻ്റെ അവിടെ ഗേസ് അയച്ചിട്ട് തട്ടണം. ഓക്കെ, ഇത് കാണിച്ചു തരുന്നതാണ്. ഇതിടുമ്പോൾ ഉള്ള മുളക്കം ഇത് ഫ്രീ ആണ്. യെസ്, മുളക്കാണ്. ഇപ്പം കാണിച്ചതാ, ഇതിങ്ങനെ കറക്കുക. റെഡിയായി. എവിടെ തടസ്സമോ കാര്യമൊന്നുമല്ല, ഫ്രീ ആണ്. അത് കപ്പാസിറ്റർ പോയിട്ടില്ല, പവർ കുറഞ്ഞ, അതിന് ഓസിലേഷൻ ചെയ്യാൻ കഴിവില്ല കപ്പാസിറ്റർ. അതാണ് അത് ഒന്നാമത്. അപ്പോൾ ഇത് ഇടുമ്പോഴും ഇത് മുളക്കുന്നതാണ്. ചില ടൈമിൽ കറങ്ങി കിട്ടും, ഇളകി കളിക്കും, ഉണ്ടോ? ആ മുളക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സഹായമാണ് ഒരു ചിലവർ ഇത് എന്നെ ഒരു ഓസിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ചെറുതായി കാണിക്കും. മൂന്നാമത്തെ റെഡിയാവും. ഒന്ന് സ്പീഡ്, ഇത്തിരി കൂടി സ്പീഡ് കൂടിയാൽ റെഡി. അപ്പോൾ ആദ്യം പൊസിഷൻ കറണ്ട് കുറയും, ആംബിയർ കുറയും, സാധാ വർക്കിംഗ് ആയി. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം കപ്പാസിറ്ററാണ്, ഇതിൻ്റെ കുഴപ്പം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ കപ്പാസിറ്റർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരും. അപ്പോൾ ഒരു സ്വിച്ചും ഇടുമ്പം തന്നെ അതിൻ്റെ വർക്കിംഗ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോട്ടർ വേഗം ഓഫാക്കുക. ഈ മോട്ടർ മാത്രമല്ല, ആർമിച്ചർ മോട്ടർ ഒഴികെ, മിക്സിൻ്റെ ആർമിച്ചർ മോട്ടർ ഒഴികെ സാഫ്റ്റ് മോട്ടറുകളൊക്കെ, കപ്പാസിറ്റർ വരുന്ന മോട്ടറുകളൊക്കെ വേഗം ഓഫാക്കിയിടുക. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കോയിൽ കംപ്ലൈൻ്റ് ആയി കത്തിപ്പോവും. പിന്നെ ഒരുപാട് പൈസ ചിലവ് വരും. അപ്പം അവയെ ഓഫാക്കിയിട്ട് ഒരു മെക്കാനിക്കാരെ കാണിക്കുക, അല്ലെങ്കിൽ
കപ്പാസിറ്റർ 440 വോൾട്ട് കപ്പാസിറ്റർ പീടികയിൽ പോയി വാങ്ങുക. 50 ഹെർട്സിൻ്റെ 440 വോൾട്ട് വി വോൾട്ട് 440 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. ആ കപ്പാസിറ്റർ പോയാലും മതി നിങ്ങൾ ഊരിയിട്ട്. ആ ലൈന് നമ്മളിപ്പോൾ നമ്മൾ അയക്കുന്ന ലൈന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് റണ്ണിങ്ങിൻ്റെ ഒരു ലൈനും നമ്മൾ ഷോർട്ട് ചെയ്യുന്ന ലൈനിങ്ങിനാവുക. ഇത് റണ്ണിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ് നമ്മൾ ഷോർട്ട് ചെയ്യുന്ന മോട്ടറിലാണ് ഒരു വൈൻഡിങ് AC കൊടുക്കുക. ഈ മറ്റേ വൈൻഡ് കപ്പാസിറ്റർക്ക് പോകും. പിന്നീട് ഒരു വയർ ഉണ്ടാവും, ഇതിന് മൂന്നാമത്തെ വയർ, അതിൽ ഇതും കൂടിയാണ് കൊടുക്കുക. ഇത് ഫ്രീ ആയിട്ട് ഇടുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവും കപ്പാസിറ്റർ. അപ്പോൾ ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിലെടുക്കണം അതേ അതിനെ കൊടുത്താൽ മതി. കപ്പാസിറ്റർ ലൈൻ തിരിഞ്ഞാൽ മോട്ടർ ഓപ്പോസിറ്റ് തിരിയും. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അപ്പം ഇതേമാതിരി മോട്ടർ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഞാൻ ഇന്നലെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ആ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മോട്ടോർ സ്വിച്ച് ഇടുമ്പോൾ ഒക്കെ വർക്കിംഗ് ആയിരിക്കും. അല്ലാത്ത പക്ഷം ഈ സൗണ്ട് വരുമ്പം കപ്പാസിറ്റർ വീക്കാണ്, മോട്ടർ കംപ്ലൈൻറ്റ്. പിന്നീട് സൗണ്ട് നമ്മൾ കൂടുതൽ വരുമ്പോൾ പിന്നീട് സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പം എന്തായിരിക്കും, പൊതുവേ മോട്ടർ കത്തിപ്പോവും. പിന്നെ ഒരുപാട് പൈസ വരും. അപ്പോൾ ഈ സൗണ്ട് വന്നാൽ പൊതുവെ കറണ്ട് കൂടുതൽ ആ കത്താൻ കാരണം ആംബിയർ കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ്. റണ്ണിങ് ചെയ്തില്ലെങ്കിൽ ആംബിയർ എടുക്കുന്നത്, ഓസിലേഷൻ ചെയ്തില്ലെങ്കിൽ അതിനോട് കത്തിപ്പോവും തോട്. അപ്പോൾ ഓക്കെ, അതാണ് പ്രശ്നം. ഈ മൂളക്കാണ് കേട്ടോ, ഒരിളക്കുണ്ടാവും ഉണ്ടോ പവർ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് മോട്ടറിനെ പറ്റി ക്ലാസ്സിൽ തരും. സബ്സ്ക്രൈബ് ചെയ്യുക. അൻസാർ PV യൂട്യൂബ് സെർച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.